സന്തോഷ്, ഇത് തുടക്കം മുതൽ ഈ വിവരമറിഞ്ഞ് അത് സ്ഥിരീകരിച്ച് അത് ശരിയായ വിധം റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ. ഇതേക്കുറിച്ച് ദൃശ്യമാധ്യമങ്ങളൊക്കെ വാർത്താ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ കാണാനിടയായ ചില സ്ക്രീൻഷോട്ടുകൾ വെച്ച് തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ ഒരു സ്ക്രീനിൽ വന്നതായി പറയുന്ന ഒരു കാര്യം, പോലീസിന് ഗുരുതര വീഴ്ച ഒന്ന്. അതുപോലെ തന്നെ മീഡിയ വൺ പതിവ് പോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് മീഡിയ വൺ എഴുതുന്നത് ഇങ്ങനെയാണ്: ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവം 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്ന് ആളുകളോട് പറയാൻ ശ്രമിക്കുന്നു. ന്യൂസ് 18 കേരളത്തിൻ്റെതായിട്ട് കാണുന്നൊരു കാര്യം, അതിൽ റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫ് പറയുന്നതായിട്ടൊരു അവരുടെ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഗോവിന്ദച്ചാമിയെ എളുപ്പം പിടിക്കാനാവില്ല എന്ന് അദ്ദേഹം അങ്ങ് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പോലീസിനെ കയറി ചാമ്പുക, പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന രീതിയിലേക്കുള്ള ഒരു ശ്രമം. എന്നാൽ ഇത് ജയിലാണ്, ജയിൽ അധികൃതരാണ്, ജയിലിനകത്തെ സുരക്ഷയാണ്, ഇതിലുണ്ടായ വീഴ്ച തന്നെയാണ്. അതങ്ങനെ ഇതിനെയൊക്കെ വേർതിരിച്ച് കണ്ട് വസ്തുതകളായി മാധ്യമങ്ങൾ ശരിയായി തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വേണ്ടതല്ലേ സന്തോഷ്? ഇത് രാവിലെ മുതൽ ഇത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ ഉദാഹരണങ്ങൾ കേട്ടാൽ എന്തു പറയും? തീർച്ചയായും ശരത്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരമാവധി ആളുകളോട് സംസാരിച്ചിരുന്നു. ജയിലിലെ ഉദ്യോഗസ്ഥർ, ജയിലിൽ ആ സമയത്ത് സുരക്ഷയിൽ ഉണ്ടായിരുന്നവർ, അതോടൊപ്പം തന്നെ ജയിലിലെ മേലുദ്യോഗസ്ഥർ, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, എല്ലാവരോടും നമ്മൾ സംസാരിച്ച് കൃത്യമായും ഇതിന്റെ ഓരോ സമയവഴിയും, നാൾ വഴി എന്ന് പറയാൻ കഴിയില്ല, മണിക്കൂറുകളേ ഉള്ളൂ, അതുകൊണ്ട് അതിന് സമയവഴിയും പരിശോധിച്ചിരുന്നു. അതിൽ പ്രാഥമികമായ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. അത് ഒരു തരത്തിലും നമുക്ക് ജയിലിനുള്ളിലെ സുരക്ഷാ വീഴ്ചയിൽ നിന്നാണ് ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടുന്നതിനിടയായ സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ ആ ജയിൽ വകുപ്പിൽ നിന്ന്, ജയിൽ അധികൃതരിൽ നിന്ന് പോലീസിലേക്ക്, കേരള പോലീസിലേക്ക് വിവരം ചെല്ലുന്നതോടെയാണ് പോലീസിൻ്റെ റോൾ ആരംഭിക്കുന്നത്. ഇത് ഇയാളുടെ ജയിലിലെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരിട്ടൊരു റോൾ ഉള്ളതല്ല. പക്ഷേ ഈ കാര്യം ജയിൽ ചാടിയെന്ന വിവരം വരുന്നതോടുകൂടി പോലീസിൻ്റെ റോൾ ആരംഭിക്കുകയാണ്. അവിടെയാണ് പോലീസ് ഇറങ്ങി പുറപ്പെട്ടതും മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദച്ചാമിയെ പിടിച്ചതും ഇപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാൻ പോകുന്നു. പക്ഷേ മാധ്യമങ്ങൾ ഈ വിധം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകളുടെ മുമ്പിലേക്ക് വസ്തുതകളല്ലാതെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലേക്ക്, പോലീസിനെ ആകെ പഴിക്കും വിധത്തിലേക്ക് വസ്തുതകളെ വ്യക്തമായി അവതരിപ്പിക്കും. കാരണം ഇതുപോലൊരു കൊടും ക്രിമിനൽ രക്ഷപ്പെട്ടപ്പോൾ അതിനെ മണിക്കൂറുകൾക്കകം പിടികൂടിയത് കേരള പോലീസാണ്. നാട്ടുകാരും വലിയ തോതിൽ അതിൽ സഹകരിച്ചിട്ടുണ്ട്, പോലീസിനൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ പോലീസിന് ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ശരിയായി വരുന്നതാണോ? അതുപോലെ പോലീസിലെ 4 ഉദ്യോഗസ്ഥർക്കാണോ സസ്പെൻഷൻ വന്നിട്ടുള്ളത്? കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ അത് അങ്ങേയറ്റം കളവല്ലേ? ആ കളവ് ശരിയാകുന്നതായി മാറുന്നില്ലല്ലോ, ശരിയല്ലല്ലോ സന്തോഷ്? അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തില്ലേ? തീർച്ചയായും വളരെ വലിയ ഈ ഒരു സംഭവത്തെ പോലും ഒരു സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ പോലീസ് വിരുദ്ധ വാർത്തയാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. ഇത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഇതിന്റെ കൂടെ സഞ്ചരിച്ചവരാണ്, എനിക്കൊപ്പം സഞ്ചരിച്ചവരാണ് മറ്റ് കണ്ണൂരിലുള്ള മാധ്യമപ്രവർത്തകർ. അവരെല്ലാം നേരിട്ട് കണ്ടതാണ് ഇതിൽ പോലീസിന്റെ ഇടപെടലും മറ്റെല്ലാ കാര്യങ്ങളും. ഏത് രീതിയിലാണ് ഇങ്ങനെ പോലീസിനെതിരെ വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും പോലീസിന് ഈ വിവരം ലഭിച്ച ആ നിമിഷം മുതൽ ഒരു മിനിറ്റ് പോലും വൈകാതെയാണ് പോലീസ് പ്രവർത്തിച്ചത്. അതിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യം ഏറ്റവും രസകരം എന്ന് വെച്ചാൽ മീഡിയ വണ്ണിന്റെ കാർഡ് എന്ന് പറഞ്ഞ് കാണുന്നത്, ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് കാണുന്ന കാർഡിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവം 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, പ്രിസൺ ഓഫീസർ അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് എവിടെങ്കിലും ഒത്തുപോകുന്നതാണോ? ജയിലിലെ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു, അത് വലിയ വാർത്തയാണ്. ആ 4 ജയിൽ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ എങ്ങനെയാണ് 4 പോലീസ് ഉദ്യോഗസ്ഥരാവുന്നത് എന്ന രീതിയിലുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. പോലീസിന് ഗുരുതര വീഴ്ച എന്ന് പറഞ്ഞാൽ ഏത് നിലയിലാണ് എന്ന മാധ്യമങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായി വരില്ലേ? അതായത് മറ്റ് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പോലീസും ജയിൽ വകുപ്പും തമ്മിലുള്ള പ്രശ്നം, അങ്ങനെ പല വാർത്തകൾ കാണാനും കേൾക്കാനും ഇടയാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പോലീസിനെ ഈ ജയിൽ വകുപ്പിലെ 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ സർക്കാർ വകുപ്പ് എടുത്ത നടപടി തന്നെയാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്തേക്ക്, പോലീസിന്റെ പ്രവർത്തനങ്ങളെ ഇവിടെ പ്രശംസിക്കാതെ നേരിട്ട് കണ്ടവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള നിതിൻ രാജ് ഉൾപ്പെടെയുള്ള IPS ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ പലതവണ ഇതിനിടയിൽ അദ്ദേഹവുമായി ഫോണിലൊക്കെ സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ ശരത് ഓർക്കുന്നുണ്ടാവും, നമ്മൾ 9 മണിയുടെ ബുള്ളറ്റിൻ തുടങ്ങിയപ്പോൾ വളരെ നിർണായകമായ ഒരു CCTV പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് ഈ പ്രതി പോയത് എന്ന് പോലീസ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യം എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മളുമായി പങ്കുവച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. ആ CCTV തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത്. അതായത് ഈ മണിക്കൂറുകൾക്കകം തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അതായത് പ്രതിയെ നേരിട്ട് തിരിച്ചറിയുന്ന, ഗോവിന്ദച്ചാമിയെ തിരിച്ചറിയുന്ന CCTV ശേഖരിച്ചു കഴിഞ്ഞു. അതിരാവിലെയായിരുന്നു സമയം. കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കട ഉടമകളെയും
പല ജീവനക്കാരെയും പോലീസ് വിളിച്ചു വരുത്തിയും വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുവന്നുമാണ് കട തുറപ്പിച്ച് CCTV ദൃശ്യങ്ങൾ എടുത്തത്. കാരണം ഈ കേസന്വേഷണത്തിന്റെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു ജാഗ്രതയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചത്. വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് പറയാതെ പോകാൻ വയ്യ. വളരെ സാഹസികമായി നമ്മൾ ആ പോലീസിന് കൂടെ തന്നെ സഞ്ചരിച്ച് ഈ അവസാനം വരെ ഇപ്പോഴും വരെ പോലീസിനൊപ്പമാണ് ഉള്ളത്. അതിൽ എല്ലാ പോലീസും ഒരു സാധാരണ ഇത്തരം വളരെ സെൻസിറ്റീവായ വാർത്തകളിൽ വസ്തുതയും സത്യസന്ധവുമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ സന്തോഷ് സംസാരിച്ച ഒരു സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച കണ്ടുകൊണ്ടാണ് സാന്ദർഭികമായി അത് പറഞ്ഞത്. ഞാൻ അതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ മീഡിയ വൺഡേ FB പേജിൽ കയറി നോക്കുകയായിരുന്നു. അവർ 1 മണിക്കൂർ മുമ്പ് ഈ പറഞ്ഞത് കറക്റ്റാണ്. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന കാർഡ് അവരുടെ തന്നെ കാർഡാണ്. അവരുടെ കാർഡ് ഒരു മണിക്കൂർ മുമ്പ് ഇട്ടു. 1 മണി കൈരളിയുടെ 1 മണി വാർത്തയിലെ തലക്കെട്ടാണ്, ഹെഡ്ലൈൻ വാർത്തയാണ്, സർക്കാർ നടപടികളെടുത്ത സർക്കാർ 4 ജയിൽ ഉദ്യോഗസ്ഥർ, കണ്ണൂർ ജയിലിലെ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അത് മീഡിയ വൺ കൊടുക്കുമ്പോഴേക്ക് ആ രീതിയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലേക്ക് മാറുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അത് പിന്നീട് തിരുത്തിയതുമാകാം. ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ മാറ്റം വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ന് സസ്പെൻഷൻ എന്ന രീതിയിലേക്ക് വാർത്ത കൊടുക്കുന്നു, പോലീസിന് ഗുരുതര വീഴ്ച എന്ന രീതിയിൽ കൊടുക്കുന്നു. അത് പിന്നീട് വിമർശിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും തിരുത്തേണ്ടതായി. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ്. ഹെഡ് വാർഡനും വാർഡന്മാരുമാണ് കണ്ണൂർ ജയിലിൽ സസ്പെൻഷനിലായത്. അങ്ങനെ ജയിലിൽ ചാടിയ ആ പ്രതിയെ, ആ കൊടും കുറ്റവാളിയെ പിടിക്കുക എന്ന വലിയ വെല്ലുവിളി നിറഞ്ഞ ഉത്തരവാദിത്വമാണ് കേരള പോലീസിൻ്റെ മുമ്പിലേക്ക് വന്നത്. അതവർ നിറവേറ്റുകയും ചെയ്തു. എന്നാൽ കണ്ണൂർ ജയിലിൽ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച എന്നുള്ളത് ഗുരുതര വിഷയം തന്നെയാണ്. അത് ആരും അതിന് നേരെ മുഖം തിരിക്കാൻ പാടില്ല. അതിൽ പരിശോധനകളും അന്വേഷണങ്ങളും ശക്തമായ നടപടികളും ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട് താനും. ആ നിലയിലുള്ള പ്രാഥമിക നടപടികളും ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നതുണ്ട്. പക്ഷേ അത് പോലീസിലേക്ക് എന്തിന് തിരിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുണ്ട്. വാർത്തകൾ വസ്തുനിഷ്ഠമായി തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ആ രീതിയിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതുകൂടി ഉണ്ടാകണം. പോലീസ്, എക്സൈസ്, ജയിൽ, മോട്ടോർ വെഹിക്കിൾ ഇതെല്ലാം വ്യത്യസ്ത വകുപ്പുകളാണെന്നും പോലീസ് കസ്റ്റഡിയിൽ നിന്നല്ല ഇയാൾ ചാടിപ്പോയതെന്നും ജയിലിൽ നിന്നാണെന്നും ജയിലിനുള്ളിലെ ഡ്യൂട്ടികൾ ചെയ്യുന്നത് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നും പോലീസിന് അവിടെ ഒരു റോളുമില്ലെന്നും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ മാധ്യമങ്ങൾ റീച്ച് കിട്ടണമെങ്കിൽ അതും പോലീസിൻ്റെ തലയിൽ വെക്കണം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ മാധ്യമ റിപ്പോർട്ടുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അവരുടെ സ്ക്രീൻഷോട്ടുകൾ ഇട്ടുകൊണ്ട് തന്നെ വിമർശനം ഉയരുന്നുണ്ട്. ഞാനിപ്പോൾ വായിച്ചത് ശ്രീജിത്ത് കണ്ണപുരം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത് എഴുതിയ ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. അതിൽ തന്നെ ഇങ്ങനെ ഇത്തരം പല ചാനലുകളുടെയും സോഷ്യൽ മീഡിയ കാർഡുകളും സ്ക്രീനിൽ കണ്ടതും ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടതുമൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടാണ് ഇങ്ങനെ ഉന്നയിക്കുന്നത്, ഈ വിമർശനങ്ങൾ ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജാഗ്രതയോടെ ആളുകളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയാനും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി പറയുന്നു.